ഹലോ. ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിരുന്നല്ലോ, നാളെ രാവിലെ, അതായത് സൺഡേ രാവിലെ നമുക്ക് ലേക്ക് ഡിസ്ട്രിക്റ്റ് പോകണം. അപ്പോൾ നേരത്തെ പോയി കിടക്കണം എന്നൊക്കെ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങാനൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അത് ഉറങ്ങി എഴുന്നേറ്റ് ഒക്കെ ലേറ്റായി. അപ്പം അങ്ങോട്ടേക്ക് പോകാനുള്ള എന്താ പറയുക, ഡ്രൈവിലാണ്. ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ലിവർപൂളിൽ നിന്ന് നമ്മുടെ അക്കോമഡേഷനുള്ള അടുത്തുനിന്ന് ജസ്റ്റ് നമ്മൾ ഇറങ്ങുന്നേ ഉള്ളൂ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, എന്നിട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ, നല്ല സണ്ണി ആയിട്ടുള്ള വെതറാണ് കാണിക്കുന്നത്. മഴയൊന്നും ഇവിടെയും കാണിക്കുന്നില്ല. ഇനി അറിയില്ല, ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇവിടെ ക്ലൈമറ്റ് മാറുക. അതുകൊണ്ട് തന്നെ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലാം അൺപ്രഡിക്റ്റബിളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്താണോ അതിനനുസരിച്ച് നീങ്ങാം. ഇംഗ്ലണ്ടിൻ്റെ നോർത്ത് വെസ്റ്റ് സൈഡിലാണ് കേട്ടോ ലേക്ക് ഡിസ്ട്രിക്റ്റ് ഉള്ളത്. ശരിക്ക് അടുത്തുള്ള സിറ്റീസ് എന്ന് പറയുമ്പം ലാങ്കാസ്റ്ററും മാഞ്ചസ്റ്ററും ഒക്കെയാണ് അടുത്തുള്ള സിറ്റീസ് കേട്ടോ. ശരിക്ക് ഇങ്ങോട്ടേക്കുള്ള ഡ്രൈവ് നല്ല രസമാണ്. നല്ല രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണാൻ. ഉള്ളിലേക്കൊക്കെ ശരിക്ക് എന്താ പറയുക, വില്ലേജ് ഏരിയാസാണ് കൂടുതലും. പിന്നെ ഇങ്ങോട്ടേക്ക് കാറിന് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് തന്നെ വരണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ലേക്കിൻ്റെ സൈഡിലൂടെ തന്നെ നമുക്ക് പിന്നെ ബസ്സും പബ്ലിക് ട്രാൻസ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് വരാം. പബ്ലിക് ട്രാൻസ്പോർട്ട് ചൂസ് ചെയ്യണമെങ്കിൽ അതും അവൈലബിൾ ആണ്. നമ്മൾ ബൈ കാർ തന്നെയാണ് വന്നത്. നമ്മളിങ്ങനെ ലിവർപൂളിൽ വന്നു, ലിവർപൂളിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് പിറ്റേ ദിവസം പോന്നു. ആ രീതിയിലാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ശരിക്കും ഒരു 1 ഡേ ട്രിപ്പ് വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. അതായത് ഇപ്പം നോർത്ത് ആംപ്ടൺ ആണെങ്കിൽ 1 ഡേ ട്രിപ്പ്, പീക്ക് എന്ന് പറയുമ്പം ഡ്രൈവ് ഉണ്ട് ഒരുപാട്. അപ്പം ഒന്ന് സ്റ്റേ ചെയ്ത് പോകുന്നതായിരിക്കും ഒന്നും കൂടി എളുപ്പം. ഇപ്പോൾ ഞങ്ങൾ ലിവർപൂളിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ലിവർപൂളിൽ നിന്ന് ഓൾമോസ്റ്റ് 2 hours, 1 hour 50 minutes അടുത്താണ് നമുക്ക് ഇങ്ങോട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ ലിവർപൂളിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പ്, രാവിലെ വന്ന് നമ്മളെല്ലാ സ്ഥലവും കറങ്ങി ഈവനിങ് തിരിച്ചു പോവുക, അങ്ങനെയൊക്കെ വന്നാൽ ഓക്കെയാണ്. നോർത്ത് ആംപ്ടൺ നിന്ന് വരുമ്പം എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റേ ഒക്കെ ചെയ്തിട്ട് എല്ലാം കണ്ടു പോകണം എന്നുള്ളത്. കാരണം നമ്മൾ അത്രയും ദൂരത്ത് നിന്ന് വരുമല്ലേ. ലിവർപൂളിലേക്ക് തന്നെ ഓൾമോസ്റ്റ് 2 hour 50 minutes ഉണ്ട്, ഓൾമോസ്റ്റ് 3 hours ഉണ്ട്. അപ്പം ട്രാവലിങ്ങിൻ്റെ ടൈം അവിടെ പോവും. അപ്പോൾ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു ലിവർപൂളിലാണെങ്കിൽ 1 ഡേ ട്രിപ്പ് ഓക്കെയാണ്. പക്ഷേ നോർത്ത് ആംപ്ടൺ എന്നൊക്കെ വരുമ്പം നമ്മൾ സ്റ്റേ ഒക്കെ നോക്കി സ്റ്റേ ചെയ്തിട്ടൊക്കെ എല്ലാം കണ്ടിട്ട് തിരിച്ചു പോവായിരിക്കും ബെറ്റർ. അങ്ങനെ നമ്മളിതാ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പാർക്ക് ചെയ്തിട്ട് വേണം നമുക്കങ്ങനെ മേലേക്ക് പോകാൻ. പ്രത്യേകിച്ച് ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പാർക്ക് ചെയ്യാനുള്ള ഫീ മാത്രമേ ഉള്ളൂ. അത് 3 hours 10 pounds 9 pounds അങ്ങനെ എന്തായിരുന്നു, എനിക്ക് അത്ര ഓർമ്മയില്ല. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയപ്പം ശരിക്ക് തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ക്ലൗഡി ആയിരുന്നു സ്കൈ. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ നമ്മൾ വെതർ നോക്കിയപ്പം മഴയൊന്നും കാണിച്ചിട്ടില്ല. ഇനി പോകെ അറിയാം, ഇവിടെ ക്ലൈമറ്റ് അങ്ങനെ ആണല്ലോ. ഹലോ, നമ്മളിന്നുള്ളത് ലേക്ക് ഡിസ്ട്രിക്റ്റ് ആംബർ സൈഡ് റൈഡർ കേവ് അല്ലേ, അവിടെയാണുള്ളത്. അങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. ഇനി ഇങ്ങനെ കയറി പോയി ഇപ്പോൾ ജസ്റ്റ് ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വന്നതാണ്. ഇതിലേ അങ്ങനെ പോയി ഒരു 45 minutes നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ ലെറ്റ്സ് സീ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, കാണാനുള്ളതൊക്കെ. നമ്മൾ ഫോട്ടോസും ഇതൊക്കെ കണ്ടു, അപ്പം അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ഇതുപോലെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ഇനി എന്തെങ്കിലും കഴിക്കാനൊക്കെ കഴിച്ച് സംസാരിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ളത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, കാരണം ഫുൾ ഗ്രീനറിയാണ് ചുറ്റും. എന്താ ആസ് യു ക്യാൻ സീ, ഫുൾ ഗ്രീനറിയാണ്. ആൻഡ് എന്താ പറയുക, ഫ്രഷ് എയർ. കുറച്ചിങ്ങനെ ഒരു കയറ്റം കയറിയിട്ട് വേണം
നമ്മളങ്ങോട്ട് എത്താൻ. താഴേന്ന് ഒരു 45 മിനിറ്റ്സ് ഇങ്ങോട്ട് നടക്കണം. അയ്യോ ഞാൻ കിടക്കുന്നുണ്ട്. കുറേ നാളായി ഇങ്ങനെയൊക്കെ കയറിയിട്ട്. ശരിക്കൊരു മലയുടെ മേലെ അങ്ങ് അവിടെയൊക്കെ ആളുകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. അതാ അതിൽ കൂടി കേട്ടോ നമ്മളിങ്ങനെ മേലേക്ക് കയറി വന്നത്. ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരിക. കാരണം നമുക്ക് അങ്ങോട്ട് കയറി പോകേണ്ടതാണ്, തിരിച്ച് ഇറങ്ങേണ്ടതാണ്. അതുകൊണ്ട് വെതർ എപ്പോഴും നോക്കുക, എന്നിട്ട് വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരാൻ. നടന്നതിൻ്റെ ക്ഷീണം തീർക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഞാൻ അവിടെ നിന്നതാണ്. അപ്പോൾ എൻ്റെ മുന്നിലൂടെ കുറച്ച് പ്രായമുള്ളവരാണ് കേട്ടോ, സൈക്കിളിൽ അവർ സുഖമായിട്ട് മേലേക്ക് ചവിട്ടി കയറി പോകുന്നുണ്ട്. എന്താല്ലേ. കേവിൻ്റെ ടോപ്പിലേക്ക് എത്താനാവുമ്പോഴൊരു വ്യൂ ആണ് കേട്ടോ. കുറച്ചും കൂടെ മേലേക്ക് കയറിപ്പോയാലാണ് അതിൻ്റെ ഫുൾ സൈഡ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ മുന്നോട്ട് പോകുന്തോറും നല്ല നല്ല സീനറീസാണ് കാണുന്നത്. അപ്പം അതിന് ഏറ്റവും ടോപ്പിൽ എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു ഇതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ക്ഷീണവും തോന്നിയില്ല. ഈവൻ ഇഷ വരെ നല്ല കൂളായിട്ട് നടന്നു വരുന്നു. ഞാൻ വിചാരിച്ചു അവളെ എടുക്കേണ്ടി വരുമെന്ന്, പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം നമ്മൾ നടന്ന് ആ സൈഡിലെത്താനായപ്പോൾ കണ്ട ഒരു വ്യൂ ആണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മൾ അടുത്തേക്ക് കാണുമല്ലോ എന്ന്. നമ്മൾ അതിൻ്റെ അടുത്തേക്കല്ല പോകുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്കാണ്. ഞാനൊരു കാര്യം കാണിച്ചു തരാം. See this. എനിക്ക് എന്താ പറയുക, ക്യാമറയിലാണെങ്കിൽ ഇതിൻ്റെ ബ്യൂട്ടി എടുക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷേ അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത കാറ്റുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതൊക്കെ കാറ്റ് കൊണ്ടുപോയി. ഞാൻ വീഡിയോ എടുത്ത് നോക്കുമ്പം ഒന്നും കേൾക്കുന്നില്ല, കാറ്റിൻ്റെ ശബ്ദം മാത്രം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് കുറേ നേരമൊക്കെ ഇരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു സ്ഥലം. ഓപ്പോസിറ്റ് സൈഡിൽ പിന്നെ കാറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ആ സൈഡിലൂടെ ആട്ടോ നമ്മൾ കയറി വന്നത്. എന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്ക് നടന്നു. കേവിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ ഈ കല്ലിങ്ങനെ ഓരോരുത്തർ എടുത്തിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ മലയാളീസിനെയൊക്കെ നമ്മൾ കണ്ടു. അറ്റ് ലാസ്റ്റ് നടന്ന് നമ്മൾ കേവിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. നേരെ ഇപ്പുറ സൈഡിലേക്കാണ് കേവിൻ്റെ ഒരു എൻട്രി. ഇതാ ഈ കാണുന്നത്. ഒരു ഡ്രോണ് ഞങ്ങളുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിനെ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ അത് അതിൻ്റെ പാട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കിടക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ റൈഡൽ കേവ്. ഇതായിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ കേട്ടോ. ഇത് ഉള്ളിലേക്ക് നമ്മളിങ്ങനെ സ്റ്റെപ്പിംഗ് സ്റ്റോണിലൂടെയൊക്കെ അങ്ങനെ കയറിപ്പോവും. ഇത് ശരിക്കും മാൻമെയ്ഡാണ് കേട്ടോ ഞാൻ വായിച്ചത് ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നോക്കിയപ്പം. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കങ്ങനെ കയറിപ്പോവാം. എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നല്ല പോലെ ലൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര വെളിച്ചമായിരുന്നു. ഈവൻ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ വരെ ഭയങ്കര വെളിച്ചമായിരുന്നു, മുഖത്തേക്ക് ഭയങ്കര വെളിച്ചമായിരുന്നു. നമ്മൾ ഒരുപാട് ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. അവിടെ പെറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. കാരണം അവർ പ്രോപ്പർ ചെയിൻ ചെയ്യാത്തതുകൊണ്ട് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് മെല്ലെ ഇറങ്ങി താഴേക്ക് നടന്നു നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. നമ്മളങ്ങനെ മലയും കാടും കുന്നൊക്കെ കയറി ഇറങ്ങി നമ്മളിപ്പോൾ വേറൊരു സൈഡിലേക്ക് വന്നു. ആംബസൈഡ് പായ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ
ലെറ്റ്സ് ഗോ ആൻഡ് സീ നമുക്ക് ബോട്ടിൽ കയറാൻ പറ്റുമോ, എങ്ങനെയാണ് പ്രൈസ് എന്നൊക്കെ. And how long there is going to ticket down there. That's for the car. Just put that in the car window and then they'll show you tickets. And if you go from here to over there. നമ്മൾ കയറാൻ പോണ ക്രൂയിസ് ഇതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ നടന്ന് നീട്ടിയിട്ടാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇതാ കയറി. ഞാൻ ശരിക്ക് ഈ പറഞ്ഞ പോലെ ടൂർ പോയപ്പോൾ പോയതാണ് ക്രൂയിസിൽ. അതും കൊച്ചിയിൽ എവിടെയോ പോയപ്പോൾ പോയതാണ്. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു പോക്ക് പോകുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്, ചെറുതായിട്ട് മഴ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഉണ്ട്. മഴ പെയ്താൽ അടിപൊളിയായിരിക്കും. ഞങ്ങൾ നേരത്തെ അവിടെ മേലെ ട്രക്കിങ്ങിന് പോയപ്പം ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്തിട്ട് പോയി. ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് കയറിയപ്പം ഞങ്ങൾ അത്ര ചിന്തിച്ചില്ല, എല്ലാം കാറിൽ തന്നെ വെച്ചിട്ട് ഞങ്ങളിങ്ങ് പോന്നു. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. മഴ പെയ്യാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. വൺ അവറാണ് നമുക്ക് പറയുന്ന ടൈം കേട്ടോ. നമ്മൾ ക്രൂയിസിൽ കയറി 2 സ്റ്റോപ്പ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ കയറിയെടുത്ത് തന്നെ വരുന്നതിന് പറയുന്നത്. അപ്പോൾ ഈ 2 സ്റ്റോപ്പിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങാം. ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നെക്സ്റ്റ് ക്രൂയിസിൽ നമുക്ക് തിരിച്ച് കയറി വരാം. പക്ഷെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങാതെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റിയിട്ടോ. ഇത് സത്യത്തിൽ വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് വൺസ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ക്രൂയിസ് ട്രൈ ചെയ്യണം. നമ്മുടെ ക്രൂയിസിൻ്റെ ക്യാപ്റ്റൻ നമുക്ക് അവിടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് 1935 40s ഉള്ള ക്യാസിൽ അങ്ങനെ ഒരുപാട് ഓൾഡ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് നമ്മൾ ഏകദേശം നമ്മൾ കയറിയെടുത്ത് തന്നെ എത്താനായിട്ടുണ്ടായിരുന്നു. തിരിച്ച് നമ്മൾ എത്തുന്നത് വരെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഫുള്ള് നമ്മൾ നനയുമായിരുന്നു. അങ്ങനെ നമ്മുടെ ക്രൂസിലെ യാത്ര ഏകദേശം ഇവിടെ കഴിഞ്ഞു. അങ്ങനെ നമ്മളിനി നെക്സ്റ്റ് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അടിപൊളി വലിയൊരു സ്ഥലത്തേക്കാണ്. എന്തെങ്കിലും കഴിക്കുക എന്നുള്ള തീരുമാനത്തിലൂടെയാണ്. കാരണം ഞങ്ങൾ രാവിലെ മുതൽ പട്ടിണിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഇയാളെ കാണുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് നമ്മൾ ഡൊമിനോസിലോട്ട് വന്നത്. എൻ്റെ ഫ്രണ്ടാണ് ആൻ. നമ്മൾ ഗ്രാജുവേഷന് കണ്ടതാണ്, പിന്നെ കുറേ ആയി കണ്ടിട്ട്. അങ്ങനെ നമ്മൾ അവളെയും കൂടെ കണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. ടേക്ക് അവേ ഒന്നും എടുത്തില്ല. അവിടെ നിന്ന് തന്നെ പിസ്സ ഓർഡർ ചെയ്തിട്ട് കഴിച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ നമ്മൾ പുട്ട് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അതിൻ്റെ സ്റ്റാമിനയൊക്കെ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ആൻ മോളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. കൂടുതൽ അവളോട് സംസാരിച്ച് നിൽക്കാൻ നമുക്ക് പറ്റിയില്ല. കാരണം നമ്മൾ ഷിഫ്റ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ അവർക്ക് കുറേ നേരം വന്ന് നിന്ന് സംസാരിക്കാനൊന്നും കഴിയില്ലല്ലോ. അങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ജസ്റ്റ് ഡൊമിനോസിൽ പോയിട്ട് ഒരു പിസ്സയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ചെറുതായിട്ട് വിശപ്പൊന്ന് അടക്കിയിട്ട് അഗെയിൻ നമ്മൾ അവിടെ തിരിച്ചു. നമ്മളിപ്പം വേറൊരു സൈഡിലാണ് ഉള്ളത്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബാക്കിൽ കാണുന്നത് വേണ്ടില്ലേ, നേരത്തെ നമ്മൾ ക്രൂസിൽ പോയതിൻ്റെ വേറൊരു സൈഡാണിത്. അപ്പോൾ നമ്മളിവിടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വണ്ടി എടുത്തിട്ട് നമ്മൾ തിരിച്ച് ലിവർപൂളിലേക്ക് പോവുകയാണ്.
അങ്ങനെ നമ്മൾ തിരിച്ച് ലിവർപൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം ആ സൈഡിൽ കൂടെ പോകുമ്പം ഇതാ ഇങ്ങനെ ഇവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്ക് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇഷ അങ്ങോട്ടേക്ക് പോകാൻ എന്തായാലും പറയുന്നു. ഞങ്ങൾ കുറച്ച് ബാക്കിലായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നടന്നെത്തുമ്പോഴേക്കും ഇഷ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അവളവിടെ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ ഭാഗമൊന്നും കവർ ചെയ്തിട്ടില്ല കേട്ടോ ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ. കാരണം ഇനിയും ഉണ്ട് ഇവിടെ ഒരുപാട് കാണാനായിട്ട്. അപ്പോൾ വരുന്നവർ നല്ല പ്ലാൻഡ് ആയിട്ട് വരിക, നേരത്തെ വരിക. അപ്പോഴേ നമുക്ക് എല്ലാ സൈഡും കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ആളുകൾ ലിവർപൂളിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും വരാലോ. അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടി നമ്മൾ ലേക്ക് ഡിസ്ട്രിക്റ്റിന് ടാറ്റാ ബൈ ബൈ പറയൂ. സമാധാനമായി എന്റെ റൂം തിരിച്ചു ബൈ.